ഇന്ന് നമുക്കിവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പി പരിചയപ്പെടാം. ബംഗാളി ഫിഷ് കറിയാണത്. ഞങ്ങൾ കുറച്ച് നാൾ ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ അടുത്തൊരു ബംഗാളി ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു. അവരൊരു സൂപ്പർ മീൻകറി ഉണ്ടാക്കി തന്നു. അങ്ങനെയാണ് ഈ റെസിപ്പി കിട്ടിയത്. ബംഗാളി ഫിഷ് കറി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾ അധികം കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു തോന്നൽ വരാം. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവകൾ ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കറി ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇവിടെ ഞാനൊരു 10 വിളമീൻ്റെ പീസസാണ് എടുത്തിരിക്കുന്നത്. വലിയ മീൻ ഏത് വേണേലും ഉപയോഗിക്കാം. ആദ്യം ഈ മീൻ കഷ്ണങ്ങളിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ച സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇതിലോട്ട് വേണ്ടുന്ന ചേരുവകൾ ഓരോന്നായിട്ട് എടുക്കാം. വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ഒരു 1.5 ഇഞ്ച് കഷ്ണം, ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കുക. ഇത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് സൈഡിൽ മാറ്റി വയ്ക്കുക. മിക്സിയുടെ ഏറ്റവും ചെറിയ ബൗളെടുത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ചേർക്കാം. ഇതാദ്യം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ആദ്യം തന്നെ നമ്മളൊന്ന് പൊടിച്ചിട്ട് വെള്ളം ചേർത്തില്ലെങ്കിൽ ഇത് അരഞ്ഞു കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബൗളെടുത്ത് ഈ അരച്ചത് ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ അരിച്ചെടുക്കുക. ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഈ ബൗള് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് തൈരാണ് വേണ്ടത്. ചെറിയ രീതിയിൽ പുളിയുള്ള തൈര് എടുക്കുക. ഒരു 1/4 കപ്പ് തൈരാണ് നമുക്ക് വേണ്ടത്. ഇതൊരു വിസ്കും കൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതും സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെടുക്കുക. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടും ഈ മീൻകറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലതുപോലെ പൊരിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് കറി വയ്ക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ആ പൊരിച്ച എണ്ണ അതിനകത്തോട്ട് ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ആദ്യം ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ടയും 5 ഗ്രാമ്പുവും 5 ഏലക്കയും 6-7 മണി കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കുക. ഒരു 2 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് അരച്ചു വെച്ച സവാളയുടെ പേസ്റ്റ് ഇല്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, പിരിയമുളകാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത്രയും കൂടി ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലായിരിക്കണം. കടുകും ജീരകവും കൂടി അരച്ചു വെച്ചിരിക്കുന്ന ആ വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിതിനോട്ട് ഇനി തൈര് ചേർക്കാം. തൈര് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തൈര് ചേർക്കുമ്പോൾ കറിയിലെ പുളി നോക്കിയിട്ട് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്തേക്കണം. 1 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം തൈര് എടുത്ത് ആ ഗ്ലാസ്സിലോട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്ത് അതുകൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി കസൂരിമേത്തി ഒരു 1.5 ടീസ്പൂൺ എടുത്ത് അതുകൂടി ചേർത്ത് കൊടുക്കുക. കറി ഒന്ന് നന്നായി തിളച്ചു വരുമ്പോൾ ആ പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നിരത്തി ഇടുക. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഈ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതിൽ കുറേ ടിപ്സുകളൊക്കെ പറയുന്നുണ്ടാവും. മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒന്ന് നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിക്കുക. മീനെല്ലാം വെന്തതിന് ശേഷം നമുക്ക് മൂടി തുറക്കാം.
മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കുക. തീ ഓഫ് ചെയ്തിടുക. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഇതിൻ്റെ മുകളിലോട്ട് ഒരു 2 ടീസ്പൂൺ തൈര്, നല്ല കട്ടിക്കുള്ള തൈരായിരിക്കണം ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കേണ്ട. ഒരു 2 മണിക്കൂറിന് ശേഷം ഈ ഗ്രേവിയിലോട്ട് ഈ മീനിൻ്റെ ഫ്ലേവർ എല്ലാം നല്ലപോലെ പിടിച്ചതിന് ശേഷം ഉപയോഗിക്കുക. നല്ല രുചിയുള്ളൊരു ബംഗാളി ഫിഷ് കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.